പിന്നെ കുഞ്ഞുണ്ണിക്കോമ്പയുടെ മാമാങ്കം ഫൈറ്റാണ്. ഉള്ള കാര്യം തുറന്ന് പറയണമല്ലോ, ഇതിൽ ആ കുട്ടിയുടെ വേഷം ചെയ്തിരിക്കുന്ന അച്യുതൻ തന്നെ ഏൽപ്പിച്ച വേഷം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കളരിപ്പയറ്റ് രംഗങ്ങളിലും മറ്റ് ഫൈറ്റ് രംഗങ്ങളിലും ഒക്കെ നല്ലൊരു ഗ്രേസ് ഉണ്ടായിരുന്നു. കണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്. അപ്പോൾ ഈ ഉണ്ണിപ്പണിക്കരും ഈ കുട്ടിയും കൂടി നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നേറുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡ്രാക്കുള സുധീർ വന്നിട്ട് ഉണ്ണിപ്പണിക്കരെ കുത്തിക്കൊല്ലുന്നത്. കൊല്ലുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ കൊല്ലുമൊന്നും അല്ല. ഇനി വാളുകൊണ്ട് കുത്തിയിട്ട് ഉണ്ണി ചത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഡ്രാക്കുള തൻ്റെ കയ്യും കൂടെ ഉണ്ണിയുടെ വയറ്റിനകത്തോട്ട് കുത്തി അങ്ങ് കയറ്റുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ചൂരി എടുക്കുമ്പോഴേക്കും ഉണ്ണിയുടെ ചെറുകോട്ടലും വൻകോട്ടലും കിഡ്നിയൊക്കെ കയ്യിലിരിക്കുമെന്ന്. പക്ഷെ ദൈവാധീനത്തിന് പടം മാർക്കുമല്ല മാമാങ്കമാണ്. അതുകൊണ്ട് അത്രയ്ക്ക് വയലൻസ് ഒന്നും കാണിച്ചില്ല. അപ്പോൾ ആ മാമാങ്കം ഫൈറ്റിൽ ഉണ്ണിയും ആ കുട്ടിയും രണ്ടുപേരും മരിക്കും. വല്യമ്മാമ വാക്ക് പറഞ്ഞതുപോലെ തന്നെ വന്ന് കൊച്ചിൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ബോഡി എവിടെ? രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്നറിയില്ല. എന്ത് ബോഡി? ബോഡി ശവം? ആ ശവം കുളിക്കാൻ പോയി. കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെ ശരിയാവാ? പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. ക്ലൈമാക്സിൽ വല്യമ്മാവനും ലോ കോസ്റ്റ് സേതുരാമയ്യരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. പക്ഷേ ആ ക്ലൈമാക്സ് ഫൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കാർട്ടൂൺ നിലവാരത്തിലാണ്. അതായത് പഴത്തൊലിയിൽ ചവിട്ടി തെന്നി വീഴുക, വടിയാണെന്ന് കരുതി പുലിയുടെ വാളിൽ കയറി പിടിക്കുക, ആ ഒരു സ്റ്റാൻഡേർഡാണ്. പണ്ടത്തെ പ്രേം നസീറിൻ്റെ സിനിമകളിലെ അടൂർ ഭാസിയുടെ ഫൈറ്റ് പോലെയാണ് മാമാങ്കം എന്ന വൻ ബജറ്റിലും വൻ ഹൈപ്പിലും വന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ് ഫൈറ്റ് എടുത്തു വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. എന്നാൽ പിന്നെ എന്നാൽ കഴിയും വിധം ഒന്ന് മാസാക്കി കളയാമെന്ന് ഞാനും വിചാരിച്ചു. നമുക്കെല്ലാം അറിയാം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡുണ്ട്. അതായത് ഫൈറ്റ് നടക്കുമ്പം ഒരു പാട്ടും കൂടെ അങ്ങ് പ്ലേസ് ചെയ്യും. അതായത് ഈ അടി നടക്കുമ്പം കാണുന്ന പ്രേക്ഷകന് ഒരു ഓളമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും ഈ മാമാങ്കം ക്ലൈമാക്സ് ഫൈറ്റിന് ഒരു പാട്ടങ്ങ് ഇട്ട് കൊടുത്തേക്കാവുന്നു. വല്യമ്മാവൻ പാട്ടും പാടി അടിയുണ്ടാക്കട്ടെ. പട്ടി മോനെ ചിറാപ്പുഞ്ചിരി പോയി മണം വിൽക്കാൻ പോണു. മനുഷ്യരായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ. മസാല തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻജിയോ. വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ ലാസ്റ്റ് വല്യമ്മാവൻ ആ കുട്ടിയുടെ ബോഡി എടുത്ത് സ്വന്തം നാട്ടിൽ തിരിച്ചു ചെല്ലും. എന്നിട്ട് വീട്ടിലെ അമ്മച്ചിമാരോട് പറയും, ഇതോടെ നിർത്തിക്കോണം, മേലാൽ മാമാങ്കത്തിൽ നിന്നും പറഞ്ഞ് ഒരുത്തനെ അങ്ങോട്ട് അയച്ചേക്കരുത്. ഒരു മാമാങ്കം പാർട്ട് 2 ആവശ്യം തൽക്കാലം കേരളത്തിലില്ല. ഈ മാമാങ്കം പാർട്ട് 1 എടുത്തതിന് നമുക്ക് ഭഗവതിയോട് മാപ്പ് ചോദിക്കാം. എല്ലാം അറിയുന്ന ഭഗവതി നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ടു മെനി കുക്ക് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയുന്നത് പോലെയാണ് ഈ പടത്തിൻ്റെ കാര്യം. കഥയും പ്ലോട്ടും ഒക്കെ കൊള്ളാം. പക്ഷേ എം പത്മകുമാർ എടുത്തു വന്നപ്പോൾ സിനിമ മെഗാ സീരിയൽ പോലെ ഇഴഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, എങ്ങനെയൊക്കെ കളിയാക്കിയാലും ശരി, മമ്മൂക്കയുടെ കരിയറിലെ ആദ്യ 100 കോടി നേടിയ സിനിമയാണ് മാമാങ്കം. 135 കോടിക്ക് മുകളിൽ നേടി ബോക്സ് ഓഫീസിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ച സിനിമയാണ് മാമാങ്കം. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. വിശ്വസിപ്പിച്ചു തരാം, പ്രൂഫ് ഉണ്ട്.
എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ വടക്കം വീരഗാഥയൊക്കെ റിലീസ് ചെയ്ത് സമയം കളയാൻ നേരത്ത് മാമാങ്കം ഒന്ന് റിലീസ് ചെയ്താൽ 100 കോടി കൂടെ ഇങ്ങ് പോരും. അപ്പോൾ ഇതാണ് മാമാങ്കം റോസ്റ്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് രണ്ടാമത് ഒരു യൂട്യൂബ് ചാനൽ കൂടെയുണ്ട്. സീൻ അൺസീൻ എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഒരു ഇംഗ്ലീഷ് സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് ചാനലാണ്. ആ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾ ആ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. தோள் பறக்கத மம்பட்டியா அட மம்பட்டியா ஜெபதிக்கும் கோடி பறக்கத மம்பட்டியா அட மம்பட்டியா கேட்டவுட கலகலக்கத மம்பட்டியா அட மம்பட்டியா பக்கவுட பாட பறக்கத மம்பட்டியா அட மம்பட்டியா 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 மலையூரு நடாம மனச காட்டு பூட்டாம ஒன்ன போல யாரும் இல்ல மாமா தஞ்சாவூர் ரசாங்க தாராளமா கொண்டாங்க மனசுக்குள்ள எவனும் இல்ல ராமா நாட்டு வெளிய போல ஒரு விஷயத்தோட போற வீட்டுக்குள்ள அடங்கி நிக்க நினப்பு இல்ல போடு தொட்டதெல்லாம் தோள் பறக்கத மம்பட்டியா அட மம்பட்டியா